രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിൽ നായികാവേഷം ഓഫർ ചെയ്താണ് മലയാളത്തിലെ അറിയപ്പെടുന്ന നടിയായ ഷൈനി സാറയ്ക്ക് കഴിഞ്ഞ ദിവസം കോൾ വന്നത്. വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ കോൾ വഴിയുള്ള ഓഡീഷനും കഴിഞ്ഞപ്പോഴാണ് സംഭവത്തിന്റെ കുട്ടൻസ് ഷൈനിക്ക് പിടികിട്ടിയത്. പുതിയ കാസ്റ്റിംഗ് തട്ടിപ്പിന്റെ വിവരങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ നടി വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ചാറ്റിൽ ഒരു മെസ്സേജ് വന്നത്. പീയൂഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷ ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു. ജയിലർ 2 വേണ്ടി. അതിൽ രജനീകാന്തിന്റെ മകളുടെയും മകന്റെയും വേഷത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഓഡിഷൻ നടക്കുന്നത്. 14-നും 40 വയസ്സിനും ഇടയിലുള്ളവരുടെ ഓഡിഷനാണ് നടക്കുന്നത്. താങ്കളുടെ പ്രൊഫൈലും വിവരങ്ങളും ഒന്നുകൂടി അയച്ചു തരണം എന്നാണ് മെസ്സേജ് വന്നത്. തനിക്ക് 50-ന് മുകളിൽ പ്രായമുണ്ട്. എന്തായാലും രജനീകാന്തിന്റെ മകളായി അഭിനയിക്കാനാകില്ല. തനിക്ക് ചേർന്ന എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞ് പ്രൊഫൈൽ അയച്ചു. സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്നാണ് അതിന്റെ പേര്. പിറ്റേ ദിവസം ഈ സുരേഷ് കുമാറിന്റെ അസിസ്റ്റന്റ് തന്നോട് ചാറ്റ് ചെയ്തു. ആധാർ ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, അതിന്റെ കോപ്പി അയക്കണം എന്നൊക്കെ പറഞ്ഞു. മലേഷ്യയിലും തമിഴ്നാട്ടിലുമായാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ടാൽ 10,50,000 രൂപയാണ് സാലറി എന്നൊക്കെ പറഞ്ഞു. ഒരു നിമിഷം തന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. രജനി സാർ തന്റെ പ്രിയപ്പെട്ട നടനാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ലഡ്ഡു പൊട്ടുമല്ലോ. നാളെ രാവിലെ 11 മണിക്ക് സുരേഷ് സാർ വീഡിയോ കോൾ വിളിക്കും എന്നും പറഞ്ഞു. താൻ കാത്തിരുന്നു. പക്ഷെ അവർ വിളിച്ചില്ല. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ വളരെ ബിസി ആയിരുന്നു, നാളെ 11 മണിക്ക് വിളിക്കുമെന്ന്. പിറ്റേന്നും വിളിച്ചില്ല. ഒരു 12:30 ആയപ്പോൾ ഈ പറഞ്ഞ സുരേഷ് സാർ വാട്സപ്പിൽ ഓഡിയോ കോൾ ചെയ്തു. 2 മണിക്ക് വീഡിയോ കോളിന് റെഡിയാകാൻ പറഞ്ഞു. സാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് വേണം വരാനെന്നും പറഞ്ഞു. താൻ സമ്മതിച്ചു. താനപ്പോൾ സുഹൃത്തിന്റെ കടയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുകയായിരുന്നു. അവിടെ നിന്ന് സ്കൂട്ടർ എടുത്ത് ഓടി വീട്ടിലെത്തി. വേഗത്തിൽ സാരി ഉടുത്ത് റെഡിയായി. അയാൾ വിളിച്ചു. പ്രൊഫൈൽ ചോദിച്ചു. ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. ഉയരം, താമസം, എത്ര സിനിമ ചെയ്തു, ഇതെല്ലാം പറഞ്ഞു. വളരെ മാന്യമായിട്ടായിരുന്നു സംസാരമല്ല. ഷൂട്ടിന് വരുമ്പോൾ കൂടെ ഒരാൾ നിർബന്ധമായും വേണമെന്നും പറഞ്ഞു. ഗാർഡിയൻ വേണമെന്ന് പറഞ്ഞു. ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് താൻ പറഞ്ഞു. ഇവിടെ അമ്മ അസോസിയേഷനുണ്ട്, അവിടെ വേണമെങ്കിൽ കാർഡ് എടുത്താൽ മതി. താൻ എടുത്തിട്ടില്ല. തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റ് കാർഡ് അത്യാവശ്യമാണ് എന്ന് അയാൾ പറഞ്ഞു. 12,500 രൂപയാണ് അതിന് വേണ്ട തുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർട്ടിസ്റ്റ് കാർഡ് എടുത്തു തരാമെന്ന് പറഞ്ഞു. ആധാർ കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അയക്കാൻ പറഞ്ഞു. ഇന്ന് തന്നെ ആർട്ടിസ്റ്റ് കാർഡ് ശരിയാക്കി തരാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കും. അതിന് ഓക്കെ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കാർഡിനുള്ള അപേക്ഷ കൊടുക്കും എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് മെയിൽ വന്നു. താനതിന് ഓക്കെ അയച്ചു. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെയിൽ. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വീഡിയോ കോൾ വിളിച്ചു. നിങ്ങളുടെ മറുപടി കിട്ടി. ഇന്ന് തന്നെ കാർഡിന് അപേക്ഷ നൽകാം. അതിന്റെ പൈസ അയക്കുമല്ലോ എന്ന് തന്നോട് ചോദിച്ചു. സാർ കുറച്ച് സമയം വേണമെന്ന്